ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സൈബീരിയൻ ത്രഷ് ബേർഡിനെ പറ്റിയാണ്. സൈബീരിയൻ ത്രഷ് ബേർഡ് എന്ന പക്ഷിയുടെ ശാസ്ത്രീയ നാമം ജിയോകിച്ച് ലെസബറിക്ക എന്നാണ്. ഇത് അപൂർവവും മനോഹരവുമായി കാണപ്പെടുന്ന ത്രഷ് കുടുംബത്തിലെ ഒരു പക്ഷിയാണ്. ടർഡിയുടെ കുടുംബത്തിലാണ് സൈബീരിയൻ ത്രഷ് ബേർഡ് ഉൾപ്പെടുന്നത്. ഈ പക്ഷിക്ക് 20-22 സെൻറ്റിമീറ്റർ വലിപ്പം ഉണ്ടായിരിക്കും. താപനില കുറവുള്ള തണുത്ത കാടുകളാണ് ഈ പക്ഷിക്ക് ഇഷ്ടം. സൈബീരിയ, വടക്കൻ ഏഷ്യ എന്നിവിടങ്ങളിലാണ് ഈ പക്ഷികളുടെ താമസം. ഇവയിൽ ആൺപക്ഷി ഗാഢ നീല കലർന്ന കറുപ്പ് നിറത്തോടു കൂടിയും വെളുത്ത കണ്ണിന് മുകളിൽ നേർരേഖയോട് കൂടിയതുമായിരിക്കും. പെൺപക്ഷികൾ തവിട്ട് ഒലിവ് നിറത്തോടു കൂടിയതും ശരീരത്തിൽ ചെറുവരകളും ഉണ്ടായിരിക്കും. ഈ പക്ഷികളുടെ വാൽ ചെറുതും വൃത്താകൃതിയിലുള്ളതാണ്. സൈബീരിയയിലെ സൂചിപത്ര വനങ്ങളിലാണ് ഈ പക്ഷികളുടെ താമസം. കുടിയേറ്റ സമയത്ത് ഈ സൈബീരിയൻ ത്രഷ് പക്ഷികൾ തെക്കൻ ഏഷ്യയിലേക്ക് പറക്കുന്നു. ചൈന, മ്യാൻമാർ, തായ്ലാൻഡ് എന്നിവിടങ്ങളിൽ സാധാരണയായി ഇവർ താമസിക്കാറുണ്ട്. കീടങ്ങൾ, പുഴുക്കൾ, ചെറിയ നേർത്ത ജീവികൾ, പഴങ്ങളും ചെറിയ വിത്തുകളും ഇവർ ആഹാരമാക്കുന്നു. വേനൽക്കാലത്ത് ആണ് ഈ പക്ഷികളുടെ പ്രജനനകാലം. മരത്തിൻ്റെ താഴ്ഭാഗത്തോ ചെടിക്കൂട്ടിലോ കപ്പ് ആകൃതിയിലുള്ള കൂട് നിർമ്മിക്കുന്നു. പെൺപക്ഷി സാധാരണ 4-5 മുട്ട ഇടുന്നു. 12-14 ദിവസം മുട്ടയ്ക്ക് അടയിരിക്കുന്നു. വിരിഞ്ഞ കുഞ്ഞുങ്ങൾ രോമമില്ലാത്തതും ദുർബലരുമായിരിക്കും. കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ അവർക്ക് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്ത് കുഞ്ഞുങ്ങളെ വളർത്തുന്നു. കീടങ്ങൾ, പുഴുക്കൾ, ചെറിയ ജീവികൾ എന്നിവയൊക്കെയാണ് അവയുടെ പ്രധാന ഭക്ഷണം. 10-12 ദിവസങ്ങൾക്കുള്ളിൽ കുഞ്ഞുങ്ങൾക്ക് രോമം വളരുന്നു. തുടക്കത്തിൽ ചെറിയ ചിറക് ഉപയോഗിച്ച് ചാടിയും ചിറക് വീശിയും പറക്കാൻ പഠിക്കുന്നു. 2-3 ആഴ്ചയ്ക്ക് ശേഷം കൂട് വിടാൻ തുടങ്ങും. യുവപക്ഷി ആവുന്നതോടെ ശരീര വലുപ്പം കൂടുന്നു. പറക്കുന്നതിൽ പുണ്യം വരുന്നു. സ്വയം ആഹാരം കണ്ടെത്താൻ പഠിക്കും. നിറം പൂർണ്ണമായി എത്താൻ കുറച്ച് മാസം വേണ്ടിവരും. സാധാരണ 1 വർഷത്തിനുള്ളിൽ ലൈംഗിക പക്വത നേടുന്നു. ഈ പക്ഷികൾ പ്രജനനകാലത്ത് സൈബീരിയയിലെ വടക്കൻ കാടുകളിലേക്ക് മടങ്ങുന്നു. വീണ്ടും ജീവിതചക്രം പുനരാരംഭിക്കുന്നു. സാധാരണ രീതിയിൽ പ്രകൃതിയിൽ ഈ പക്ഷികൾ 5-8 വർഷം വരെ ജീവിക്കും. അനുകൂല സാഹചര്യങ്ങളിൽ ചിലപ്പോൾ 10 വർഷം വരെയും ജീവിച്ചേക്കാം. സൈബീരിയൻ ത്രഷ് ബേർഡുകളുടെ ആയുസ്സിനെ സ്വാധീനിക്കുന്ന ഘട്ടങ്ങളാണ് ഇവ. കുടിയേറ്റ യാത്രയിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ, ആഹാര ലഭ്യതയുടെ കുറവ്, ശത്രുക്കളായ കഴുകന്മാർ, പൂച്ചകൾ, കാലാവസ്ഥയും വനനാശവും ഒക്കെയാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.